സർവ്വ പ്രോട്ടോകോൾ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ കേന്ദ്രം പങ്കെടുപ്പിക്കുന്നത്. 2017 കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിനും സമാനമായ രീതിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ പങ്കെടുപ്പിച്ചതും. അന്നു മുതലാണ് മലയാളികൾ കുമ്മനടിക്കുക എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകിക്കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ്ങിനൊരുങ്ങുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തിരക്കുപിടിച്ച ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. നാളിതുവരെ ഈ പദ്ധതി നടപ്പിൽ വരാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചവർ ഇന്നിപ്പോൾ ഈ പദ്ധതി തങ്ങളുടേതെന്ന് വരുത്തി തീർക്കാൻ രാജീവ് ചന്ദ്രശേഖരെ വേദിയിലേക്ക് തിരികെ കയറ്റുമ്പോൾ ഓർമ്മ വരുന്നത് 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനമാണ്. അന്ന് ഇതേ ഉദ്ദേശത്തോടെ കുമ്മനം രാജശേഖരനെ തിരികെ കയറ്റിയപ്പോൾ ട്രോളിൻ്റെ പെരുമഴയോടൊപ്പം മലയാള നിഘണ്ടുവിലേക്ക് പുതിയൊരു പദം കൂടി വന്നു: കുമ്മനടിക്കുക. പിന്നീട് വിളിക്കാത്ത കല്യാണത്തിന് കയറി വരുന്നവരെ കളിയാക്കാൻ മുതൽ എവിടെയും വലിഞ്ഞു കയറി ചെല്ലുന്നവരെ കളിയാക്കാൻ മലയാളി ആ വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കിയ BJPക്കും കേന്ദ്രത്തിനും ഇരട്ടിപ്രഹരമായിരുന്നു അത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ വെച്ച് അതേ നാടകം BJP വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ കുമ്മനടിയുടെ 2ാം പതിപ്പെന്ന് പറയുന്ന മലയാളികൾ ട്രോളിനുള്ള കോപ്പുകൂട്ടുക കൂടി ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.